മെസ്സിയെ കേരളത്തിൽ എത്തിക്കാനായിട്ട് 126 കോടി രൂപ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പക്ഷെ അതേ സമയത്ത് ഈ രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റൊരു 200 കോടിയിലധികം രൂപ ഒരു സ്പോൺസറുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തുകയാണ്. മെസ്സി വിവാദം അങ്ങനെ വേറൊരു തലത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകാൻ കഴിയുന്ന കാര്യം. അപ്പൊ പണം വന്നത് എവിടെ നിന്നാണ്? സ്വാഭാവികമായും നമ്മൾ എല്ലാവരും ചോദിക്കും, എന്തിനാണ് ഇത്രയും വലിയൊരു തുക വന്നത്, നൽകിയത്? അല്ലെങ്കിൽ വായ്പയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ എവിടെ? ഈ രേഖകൾ ഒന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രേഖകളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിലും പ്രധാനമായിട്ട് അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള കോടികൾ അവിടെ കാണാനുമില്ല. അത് സംപൂജ്യമായി, അത് വാനിഷ് ആയി പോയി എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നു. വന്നതിന് പിന്നാലെ തന്നെ ഈ ഒരു അക്കൗണ്ടിലെ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സാധാരണ സാമ്പത്തിക ഇടപാട് തന്നെയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോ മെസ്സിയുടെ കേരള സന്ദർശനം എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം, മെസ്സി വരുന്നതിൽ ആരാധകർ അത്രയേറെ, ആരാധകർ മാത്രമല്ല, സത്യത്തിൽ മെസ്സി വരുന്നു എന്ന് പറഞ്ഞപ്പോ കേരളക്കര ഒന്നടങ്കം പറഞ്ഞു, ആ മെസ്സി വരുന്നു എന്ന്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആഞ്ഞടിച്ച് കയറിയ ഒരു തരംഗം കൂടിയായിരുന്നു മെസ്സിയുടെ ഒരു വരവ് എന്ന് പറയുന്നത്. അത് ഈ ഒരു വരവിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ തോന്നിപ്പോവുകയാണ്. ഇതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാകുന്നത്. GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഇത്തരം വിവരങ്ങളൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം. അപ്പോ ആദ്യത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മെസ്സിയുടെ വരവിന് പിന്നാലെയുള്ള ഈ 200 കോടിയാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി. ഈ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്തുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഫുട്ബോൾ ആരാധകർ അടക്കം എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാവുകയാണ്. മെസ്സിയുടെ വരവുണ്ട്, അതില് സ്റ്റേഡിയത്തിന്റെ വികസനം വരുന്നുണ്ട്, പിന്നെ മത്സരം വരുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുകൾ ഇതെല്ലാം വരികയാണ്. ഇതെല്ലാം ഒരു വലിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പരിപാടിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പണം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ ഇതുവരെ ഈ 126 കോടി രൂപയുടെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. 126 കോടിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് 200 കോടി രൂപ വരുന്നു ഒരു അക്കൗണ്ടിലേക്ക്, ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പോൺസറുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് 200 കോടി രൂപ വരുന്നു. പിന്നീട് ഈ 200 കോടി രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ മാറ്റുന്നു എന്നും പറയുന്നു. അപ്പോൾ GST അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലൊക്കെ പ്രകാരം സ്പോൺസർ ആൻഡോ അഗസ്റ്റിനുമായിട്ടും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 200 കോടിയോളം രൂപ വന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു വിവരവും വരുന്നുണ്ട്. അത് മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയ സമയത്തോടടുത്താണ് ഈ തുകകളുടെ വിവരവും വരുന്നത്. അപ്പോൾ രണ്ടും അടുത്തടുത്ത സമയത്താണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യം. ഇവിടെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവവും തുടങ്ങുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു വാദം എന്ന് പറയുന്നത് എന്തായിരുന്നു? മത്സരത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആവശ്യമായ പണം സ്പോൺസറുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് മറ്റൊരു ചിത്രമാണ്. അങ്ങനെയാണ് ഇത് മാറുന്നത്. അപ്പൊ പണം പുറത്തു നിന്ന് എത്തിക്കുന്നു. ഇതുവരെ പറഞ്ഞിട്ടുള്ള എന്റെ സ്വന്തം പണം ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മറ്റൊരു പണവും ഇതിൽ വേറെ ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ 200 കോടി രൂപ രണ്ട് പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ അതും എത്തിയിട്ടുള്ളത് ചെറിയ തുകയൊന്നുമല്ല, 200 കോടി രൂപയാണ്. അപ്പോൾ അന്വേഷണ സംഘം സ്വാഭാവികമായ ഒരു ചോദ്യം ചോദിക്കുമല്ലോ, ഈ പണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിൽ എത്തിയത്?
വായ്പയാണ് എന്നിനെ നമുക്ക് പറയാം. അങ്ങനെ വായ്പയാണ് എന്നുണ്ടെങ്കിൽ വായ്പയുടെ അതിൻ്റെതായിട്ടുള്ള രേഖകൾ ഉണ്ടാകണമല്ലോ. അതെവിടെ? എന്ത് ഈടിന്റെ പുറത്താണ് ഈ ഒരു വായ്പ ഇവർക്ക് അനുവദിച്ചിരിക്കുന്നത്? ആരാണ് ഈ വായ്പ തുക അംഗീകരിച്ചിട്ടുള്ളത്? പണം അനുവദിക്കുന്നതിന് മുമ്പേ എന്തെല്ലാം പരിശോധനകൾ നടത്തിയിട്ടുണ്ട്? ഈ ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമായി ഉയർന്നു വരും. ഇത് അന്വേഷണ സംഘത്തിന്റെ മാത്രമല്ലല്ലോ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നുള്ളതാണ്. അതിൽ വായ്പയാണ് എന്നുണ്ടെങ്കിൽ രേഖകൾ എവിടെ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അക്കൗണ്ടിലേക്ക് വലിയ ഭീമമായ തുകകൾ വന്നിട്ടുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയാണ് എന്നാണ് സ്പോൺസർ നൽകിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം എന്നാണ്. പക്ഷെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിർണായകമായിട്ടുള്ള രേഖകൾ ഒന്നും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഇനി ഈ പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ ആന്റോ അഗസ്റ്റിൻ പറയുന്നത് പോലെ തന്നെ ഇതിൽ മറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനു വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരുന്ന രേഖകൾ ഉണ്ടാവും. ആ രേഖകൾ സമർപ്പിക്കാനൊക്കെ ആയിട്ട് ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതും ചോദ്യമാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. 200 കോടിയോളം രൂപയുടെ വായ്പ എന്ന് പറയുന്നത് ഒരു സാധാരണ ചെറിയ ബാങ്ക് വായ്പയല്ല. ബാങ്ക് വായ്പയാണെങ്കിൽ പോലും അതൊരു സാധാരണ വായ്പയല്ലല്ലോ. അപ്പൊ ഇത്രയും വലിയ തുകകളൊക്കെ അനുവദിക്കുമ്പോൾ വായ്പാ കരാർ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഈട് സംബന്ധിച്ചുള്ള രേഖകൾ, ഈട് കൊടുക്കാണ്ട് അവർ ഇത്രയും വലിയ തുക കൊടുക്കില്ല. സാമ്പത്തിക ശേഷി, ഇത് കൊടുക്കുന്ന ആളുടെ ഒരു സാമ്പത്തിക ശേഷി സ്വാഭാവികമായിട്ടും വിലയിരുത്തും. പണത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ബാങ്ക് ചോദിക്കുകയും ചെയ്യും. തിരിച്ചടവ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെയും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാകണം. എന്നാൽ ഇതൊന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതും പുറത്ത് പറയാൻ പറ്റാത്ത രേഖകളാണോ എന്നുള്ളത് അറിയില്ല. ചില രേഖകളിൽ അങ്ങനെയുണ്ടല്ലോ, ചിലത് നമുക്ക് അതിൻ്റെ ഒരു സമയമാകാതെ നമ്മൾ ചില എഗ്രിമെന്റിൽ ചില കാര്യങ്ങൾ പുറത്ത് പറയരുതെന്നുള്ള നിബന്ധനകൾ ഉണ്ടാവില്ല. അത്തരത്തിലുള്ളതാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പണം വരികയും ചെയ്തു, ഉടൻ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വല്ലാത്തൊരു കണ്ടെത്തലാണ് എന്നുള്ളതാണ്. അക്കൗണ്ടിലേക്ക് ഭീമമായിട്ടുള്ള തുക എത്തുകയാണ്, പിന്നാലെ അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഫോറൻസിക്കിന്റെ പരിശോധനയിലാണ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. അതായത് പണം അക്കൗണ്ടിൽ എത്തിയിട്ട് ദീർഘകാലം കിടന്നിട്ടില്ല. അത് ദേ വന്നു ദാ പോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ പണത്തിന്റെ ഒരു കൈമാറ്റം ഉണ്ടാകുന്നു. ഇവിടെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു അക്കൗണ്ട് യഥാർത്ഥത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് തന്നെ ഉപയോഗിച്ചതാണോ, അതോ പണം സ്വീകരിച്ച് മറ്റെവിടേക്കെങ്കിലൊക്കെ എത്തിക്കാനുള്ള ഒരു ഇടനില അക്കൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ പറയില്ലേ ഇടനിലക്കാർ എന്ന് പറയുന്ന പോലെ, അത്തരത്തിലൊരു അക്കൗണ്ട് മാത്രമായിരുന്നു ഈ അക്കൗണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ടി വരും. ഈ ചോദ്യത്തിന് നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം കിട്ടേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2 ധനകാര്യ സ്ഥാപനങ്ങളോ അന്വേഷണത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ഏത് ധനകാര്യ സ്ഥാപനമാണ് എന്നുള്ളതൊന്നും നമുക്ക് ഇതുവരെയും വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അന്വേഷണം പണം സ്വീകരിച്ച അക്കൗണ്ടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘം ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഈ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകളും ഒക്കെ പരിശോധിക്കുക തന്നെ ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു തുക ഇവർക്ക് വായ്പയായിട്ട് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ളത്? വായ്പ അനുവദിക്കാനായിട്ട് ഇവർ എന്തെല്ലാം രേഖകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, എന്തൊക്കെ ഈടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും, വായ്പ അനുവദിച്ചത് ആരുടെ തീരുമാനപ്രകാരമാണ്? അതായത് ഇപ്പോൾ ബാങ്കിന് ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ബോർഡ് ഉണ്ടാവും. അപ്പൊ ഇതിൽ ആരൊക്കെ അനുകൂലിച്ചു, ഇത് ആരൊക്കെ എതിർത്തു, അല്ലെങ്കിൽ അതിന്റെ ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ തരത്തിലുള്ള രീതികളാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ ആരൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ആരൊക്കെ ഇതിനെ അനുകൂലിച്ച് നിലപാടുകൾ എടുത്തിട്ടുണ്ട്, പണം നൽകിയ സ്ഥാപനങ്ങൾക്ക് ഈ ഇടപാടിന്റെ അന്തിമ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് അറിയാമായിരുന്നോ എന്നൊക്കെയും ചോദിക്കും. കാരണം ഇത് 5-10 ലക്ഷം രൂപയല്ല, 200 കോടിയിലധികം, ഏകദേശം 200 കോടിയിലധികം രൂപ എന്നുള്ളതാണ് കണക്കുകൾ പ്രകാരം പറയുന്നത്. പിന്നെ 126 കോടിയും 200 കോടിയും തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത് ഇവിടെ വല്ലാത്തൊരു ടൈം ലൈൻ ആയിട്ട് നമുക്ക് തോന്നാം എന്നാണ് പറയുന്നത്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതിനായിട്ട് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ
നൽകിയതായിട്ടാണല്ലോ പറയുന്നത്. അതേ കാലയളവിൽ തന്നെ പുറത്തുള്ള 2 അക്കൗണ്ടുകളിൽ നിന്ന് ഏകദേശം 200 കോടിയോളം രൂപ ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 126 കോടി രൂപ എവിടെ നിന്ന് വന്നു? അതിന് പുറമെ എത്തിയ 200 കോടി രൂപ, അങ്ങനെയാണല്ലോ കണക്കുകൾ കാണിക്കുന്നത്. അപ്പൊ അതിന് പുറമെ എത്തിയിട്ടുള്ള 200 കോടി രൂപ എന്തിനായിരുന്നു? ഈ 2 ഇടപാടുകളും തമ്മിലൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളതും, ഇവ രണ്ടും സ്വതന്ത്ര ഇടപാടുകളാണോ, ഇതൊക്കെ അന്വേഷണത്തിൽ ഇനി നിർണായകമാകുന്ന സാഹചര്യങ്ങളാണ്. മറ്റൊന്ന് GSTയുടെ നീക്കങ്ങളാണ്. പണത്തിന്റെ ഉറവിടവും സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ സ്വഭാവവും ഒക്കെ വ്യക്തമാക്കുന്നതിനായിട്ട് GST വകുപ്പ് സ്പോൺസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു തുക എങ്ങനെയാണ് കൈമാറിയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളോടും ഒക്കെ വിശദീകരണം തേടും എന്നാണ് പറയുന്നത്. ഈ പറയുന്ന പോലെ പണത്തിന്റെ ഉറവിടവും, യഥാർത്ഥ വായ്പയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ടുള്ളതാണോ, ഇവർ തമ്മിൽ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ, അങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കിട്ടുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഇനി കേന്ദ്ര ഏജൻസികൾ വരുമോ? GST അന്വേഷണ സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് സ്വഭാവം പരിശോധിച്ചതിന് പിന്നാലെ ഫെമ നിയമങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷണ വിധേയമാക്കും സ്വാഭാവികമായിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നുള്ള കാര്യങ്ങളും വാർത്തയായിട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പണത്തിന്റെ ഉറവിടം, അതിന്റെ അന്തിമമായിട്ടുള്ള വിനിയോഗം, അന്താരാഷ്ട്ര പണമിടപാടുകൾ എന്നിവയിലൊക്കെ കൂടുതൽ വ്യക്തത ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഇടപെടലും ഉണ്ടാകാം. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളാകുമ്പോൾ ED വരാനുള്ള സാധ്യതകൾ ഉണ്ടാകാം, ഇൻകം ടാക്സ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാകാം, മറ്റു ബന്ധപ്പെട്ട ഏജൻസികളൊക്കെയും വരാനുള്ള സാധ്യതകൾ ഉണ്ടാകാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ ഇപ്പോ 126 കോടിയിൽ നിന്ന് എല്ലാവരുടെയും കണ്ട് 200 കോടിയിലധികം രൂപയിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഈ 200 കോടിയിലധികം രൂപ ആരുടേതാണ്? സത്യത്തിൽ അത് ആരുടേതാണ്? രേഖകളിൽ അത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ ആയിരിക്കാം, അതാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഈ പണത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ഉറവിടം ഏതാണ് എന്നുള്ളതും തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ്, എന്തിനാണ് ഇത് അനുവദിച്ചത്, ആരാണ് ഇതിന്റെ അന്തിമമായിട്ട് ഈ ഒരു കോടികളുടെ ഉപഭോക്താവ് എന്ന് പറയുന്നത് ആരാണ്? മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കൊക്കെ ഇതുമായി ബന്ധമുണ്ടോ? അല്ലെങ്കിൽ മെസ്സിയുടെ കേരള സന്ദർശനം എന്ന ഒരു വലിയ പ്രചാരണത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സാമ്പത്തിക ശൃംഖലയൊക്കെ ഒരു പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി അറിയണം. മറ്റൊന്ന് ഷെൽ കമ്പനികളാണ്. ഇപ്പോഴുള്ള ഏതൊരു തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ എടുത്തു നോക്കിയാൽ അതിനകത്തൊരു ഷെൽ കമ്പനി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പണത്തിന്റെ യഥാർത്ഥ ഉറവിടം വ്യക്തമാകാതെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ആ സാധ്യതയിലേക്കാണ് ഷെൽ കമ്പനികൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കിടയിൽ പണം പല ഘട്ടങ്ങളായിട്ട് കൈമാറിയിട്ടുണ്ടോ എന്നുള്ളതും, അല്ലെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥത മറയ്ക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഇടനില സ്ഥാപനങ്ങൾ ഉപയോഗിച്ചോ എന്നുള്ളത് ചോദ്യമാകുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെല്ലാം ഷെൽ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു എന്നുള്ളതുകൊണ്ട് പണം വെളുപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ, തരത്തിലുള്ള ഇടപാടുകൾ നടന്നോ എന്നുള്ളതും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവയെല്ലാം യഥാർത്ഥത്തിൽ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലുള്ള ഒരു കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലേക്ക് മെസ്സി വരുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നു. കേരളത്തിലെ ജനങ്ങളടക്കം തുള്ളിച്ചാടുന്നു. എന്താ പറയാ, പക്ഷെ ആ സ്വപ്നത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് എന്നുള്ള വാർത്തകൾ പിന്നാലെ വരുന്നു. അപ്പൊ അതിൽ വലിയ കോടികളുടെയൊക്കെ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പണത്തിന്റെ ഉറവിടം അറിയാനുള്ള അവകാശം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനത്തിനുണ്ട് എന്നുള്ളത് സംശയമൊന്നുമില്ല. 126 കോടി രൂപ മെസ്സിക്കായിട്ടും 200 കോടിയിലധികം രൂപ അക്കൗണ്ടുകളിലേക്കും. അപ്പൊ ഈ കോടികളെല്ലാം വന്നത് എവിടെ നിന്നാണ്? ഇതിന്റെ വായ്പയാണെങ്കിൽ രേഖകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അന്വേഷണം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം 126 കോടി രൂപ വരെ പറഞ്ഞു നിർത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു. അത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അവർക്ക് കൊടുത്തു എന്നുള്ള തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആന്റോ അഗസ്റ്റിൻ വന്നിട്ട് കൃത്യമായിട്ട് വെല്ലുവിളിക്കുകയും ഇനാം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം തെളിയിക്കേണ്ട കാര്യമാണ്. ഇതിലേക്കാണ് 200 കോടി രൂപ വരുന്നത്. നമുക്കിപ്പോഴും അറിയില്ല ആന്റോ അഗസ്റ്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ, എന്താണ് സംഭവങ്ങൾ എന്നൊന്നും അറിയില്ല. അവരുടെ പൂർവ്വകാല ചരിത്രമൊക്കെ എടുത്തു നോക്കിക്കൊണ്ട്
എല്ലാവരും പലതും പല രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതും പറയുന്നത്. തെളിയിക്കപ്പെടേണ്ടതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കേണ്ടതുമാണ്. അതിലൊന്നും സംശയമില്ല.